റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ചതിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര പിഴവ്. ദേവാൻ ശൗര്യയ്ക്ക് അനസ്തേഷ്യ നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ ചുണ്ടിലുണ്ടായിരുന്നത് നേരിയ മുറിവ്. 3 ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങിയിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതര ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏറെ വേദന തോന്നുന്നു. ഒരു കുഞ്ഞിന്റെ ജീവനാണ് അപകടത്തിലായത്. 1.5 വയസ്സുകാരനാണ് മരിച്ചത്. അതിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചിരിക്കുന്നത് അതിഗുരുതരമായ പിഴവാണ്. റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് അർജുൻ? റോഷ്നി, തീർച്ചയായിട്ടും ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത, നീതീകരിക്കാൻ കഴിയാത്ത ചികിത്സാ പിഴവാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർക്കും ഈ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാർക്കും സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതായത് വളരെ ഒരു സർജറി പോലും ആവശ്യമില്ലാത്ത ഒരു മുറിവിന് വേണ്ടിയാണ് ഈ കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയത്, ഒരു മേജർ സർജറിക്ക് വിധേയമാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റോഷ്നി, ഒരു കാര്യം, അതായത് സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ മുറിവ് പറ്റും. അത്തരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ മുറിവ്, ആ മുറിവിന്റെ ആഴം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഹീലിംഗ് ലാസറേറ്റഡ് വൂണ്ട് 0.6 into 0.2 into 0.2 centimeter in inner aspect of lower lip just towards right from midline. അതായത് ഒരു സെന്റിമീറ്റർ പോലും ആഴമില്ലാത്ത അത്രയും ചെറിയ ഒരു മുറിവിന് വേണ്ടിയാണ് ഒരു മേജർ സർജറി നടത്താൻ വേണ്ടി പയ്യന്നൂർ ബേബി മെമ്മോറിയലിലെ ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഏറ്റവും ഒടുവിലായി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ഇഞ്ചുറി ഈസ് സീൻ on the lower lip and chin were superficial in nature and major സർജറി അണ്ടർ ജനറൽ അനസ്തേഷ്യ വാസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. അതായത് അനസ്തേഷ്യ നൽകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ മരണകാരണം അനസ്തേഷ്യ നൽകിയതാണ് എന്ന് പറയുന്നു. പക്ഷേ ആ അനസ്തേഷ്യ നൽകേണ്ടുന്ന മുറിവ് ആ കുഞ്ഞിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സർജറി ആവശ്യമുണ്ടായിരുന്നില്ല. അനസ്തേഷ്യ നൽകിയത് ചികിത്സാ പിഴവാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കുടുംബം ആദ്യഘട്ടം മുതൽ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. കാരണം ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന് കുടുംബം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, ഈ ഘട്ടങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ വലിയ വാർത്തകളാകുന്നു. അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് പ്രതിഷേധമുണ്ടാകുന്നു. ഈ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ തൊട്ട് മുന്നിൽ ഈ കുട്ടിയുടെ മൃതദേഹവുമായി കുടുംബം ചെന്ന ഘട്ടത്തിൽ പോലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്, തങ്ങൾ സാധ്യമായതെല്ലാം ചെയ്തു, തങ്ങളുടെ പക്കൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ആശുപത്രിയുടെ ആ വിശദീകരണം ഉൾപ്പെടെ തള്ളുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത്, ആശുപത്രിയിലെ ഡോക്ടർമാർക്ക്, ഈ കുഞ്ഞിനെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്ന് വളരെ വ്യക്തമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, ഒരു ചികിത്സ അനസ്തേഷ്യ നൽകിയതിലുള്ള മാത്രം പിഴവല്ല, അതിനു മുൻപ് ഈ കുഞ്ഞിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിലുൾപ്പെടെ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം അനസ്തേഷ്യ നൽകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയം ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അത്തരം ചില മനസ്സിലാക്കലുകളോ അത്തരം ചില മോണിറ്ററിങ്ങോ നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിന് ഒരു ചെറിയ ന്യൂമോണിയയുടെ സ്വഭാവം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞ് ഈ കൃത്യമായ രീതിയിൽ അനസ്തേഷ്യ നൽകുന്നതിന് ഇത്ര മണിക്കൂർ മുമ്പ് മാത്രമേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇത്തരം അനസ്തേഷ്യ നൽകുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മോണിറ്ററിംഗ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിക്ക് ചില ശ്വാസകോശത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതായത്
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോഷ്നി, ഈ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്ത, ഒരു തരത്തിലും നീതീകരിക്കാൻ വേണ്ടി കഴിയാത്ത, കേവലം പണം എന്നുള്ള താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കുഞ്ഞിന് അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനമെടുത്തത് എന്നുള്ളത് വേണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും കുടുംബം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിനകത്ത് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസമാണ് അവിടെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് എത്തുകയും ഈ രക്ഷിതാക്കളെ ഉൾപ്പെടെ കാണുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായി ആ ഘട്ടത്തിൽ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ഭാഗമായി പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള അലംഭാവവും അനാസ്ഥയും ഒക്കെ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് ആ രക്ഷിതാക്കൾ ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ തന്നെ വ്യക്തമാക്കിയതാണ്. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർക്കാർ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, ഒരു മെഡിക്കൽ ബോർഡിന് രൂപീകരിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ ബോർഡിന്റെ യോഗം ഇപ്പോൾ 3:30 ചേരാനിരിക്കുകയാണ്. ആ മെഡിക്കൽ ബോർഡ് ഏത് തരത്തിലാണ് ഇതിനകത്ത് ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. ആ മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിന്റെ അനുസരിച്ചിരിക്കും പോലീസിന്റെ തുടർ നടപടി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അതിലേക്കൊന്നും ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവേണ്ടതില്ല. പുറത്തു വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി എന്ത് മെഡിക്കൽ ബോർഡ് ചേർന്നിട്ട് എന്താണ്, ഇനി എന്ത് പരിശോധിച്ചിട്ട് എന്താണ്? ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഏറെ വേദനയോടുകൂടി ഓർക്കുകയാണ്. ആ കുടുംബത്തിന്റെ കണ്ണീർ നമുക്ക് ഓർമ്മയുണ്ട്. നോക്കൂ, ആ സൂരജ് വിജിഷ ദമ്പതികൾക്ക് 6 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ മരണം എത്ര വലിയ വേദനയാണ്.